സബ്സിഡിയില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് പൊതുവിപണിയിലേതിനേക്കാൾ ഇരട്ടിയോളം വിലയിടാക്കി സപ്ലൈകോയുടെ ചൂഷണം. അവശ്യ സാധനങ്ങൾക്ക് വില കുറവാണെന്ന ഉപഭോക്താക്കളുടെ ധാരണയെ ചൂഷണം ചെയ്താണ് സപ്ലൈകോയുടെ ഈ കച്ചവടം. ഇരട്ടി വിലയുടെ പങ്ക് പോകുന്നത് ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലേക്കാണെന്ന് സപ്ലൈകോയിലെ തന്നെ മുൻ ഉദ്യോഗസ്ഥൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തുന്നു. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന സാധാരണ ജനം അല്പമൊരാശ്വാസത്തിനാണ് സപ്ലൈകോയെ സമീപിക്കുന്നത്. എല്ലാ ഇനങ്ങൾക്കും പൊതുവിപണിയേക്കാൾ ആശ്വാസവില സപ്ലൈകോ നൽകുന്നുണ്ടോ? ഞങ്ങൾ അന്വേഷിച്ചു. സബ്സിഡി ഏർപ്പെടുത്താത്ത ഇനങ്ങളുടെ വിലവിവരം അന്വേഷിച്ച് കോട്ടയം നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെത്തി. എന്നാൽ ഈ ഇനങ്ങളുടെ വില ഒരിടത്തും പ്രദർശിപ്പിച്ചിട്ടില്ല. ശർക്കര, കാപ്പിപ്പൊടി, സോയാബോൾ, നിലക്കടല എന്നിവ വാങ്ങാൻ തീരുമാനിച്ചു. പൊതുവിപണിയിലെ വിലയുമായുള്ള വ്യത്യാസം ഞെട്ടിക്കുന്നതായിരുന്നു. പൊതുവിപണിയിൽ കിലോയ്ക്ക് 47 രൂപ വിലയുള്ള ശർക്കരയുടെ ഇവിടുത്തെ വില 73 മുതൽ 79 രൂപ വരെ. ഗുണമേന്മ കൂടിയ മറയൂർ ശർക്കരയ്ക്കാണെങ്കിൽ പോലും പുറത്ത് 63 രൂപയെ വിലയുള്ളൂ. സപ്ലൈകോയിൽ കിലോയ്ക്ക് 134 രൂപ വിലയുള്ള സോയാബോളിന് പൊതുവിപണിയിൽ 85 രൂപയാണ് വില. നിലക്കടല കിലോയ്ക്ക് സപ്ലൈകോ ഈടാക്കുന്നത് 132 രൂപയാണെങ്കിൽ പുറത്തെ വില 90 രൂപ മാത്രം. ഒരേ ബ്രാൻഡിലുള്ള സാധാരണ കാപ്പിപ്പൊടി 100 ഗ്രാമിന് സപ്ലൈകോയിൽ 28 രൂപയെങ്കിൽ പൊതുവിപണിയിലേത് 25 രൂപ. വിലയിലുള്ള ഈ അന്തരം എങ്ങനെ സംഭവിക്കുന്നു? ഈ അധിക പണം ആരുടെ കീശയിലേക്കാണ് പോകുന്നത്? സപ്ലൈകോയിൽ ഗോഡൌൺ മാനേജരായിരുന്ന ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ കേൾക്കുക. അത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കാണ് ആ 25%. സ്റ്റോക്ക് കസ്റ്റോഡിയന്, ഡിപ്പോ മാനേജർ തൊട്ട് സ്റ്റോക്ക് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതിനകത്ത് വീതമുള്ളതാണ്. സ്വകാര്യ വിതരണക്കാർ മുതൽ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ വരെ പങ്കാളികളാകുന്ന ഈ തട്ടിപ്പിനെക്കുറിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ലെന്ന് വ്യക്തം. സപ്ലൈകോ ജനറൽ മാനേജർ ജേക്കബ് ജോസഫിനോട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലഭിച്ച പ്രതികരണം ഇങ്ങനെ: അതിപ്പം ഹൈ ലെവൽ മോണിറ്ററിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ ഓഡിറ്റുകാർ നോക്കുന്നുള്ളതേ ഉള്ളൂ. മിനിമം MRP ഉള്ള പ്രോഡക്റ്റിനാണെങ്കിൽ മിനിമം ഒരു 10% കുറവായിരിക്കും. MRP ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും ഓപ്പൺ മാർക്കറ്റിനേക്കാളും എങ്ങനെ വന്നാലും കുറവായിരിക്കും, എപ്പോഴും കുറവാണ്. സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ മറവിൽ വിൽപ്പനയിൽ നടക്കുന്ന ഈ തീവട്ടിക്കൊള്ളയെക്കുറിച്ച് ഉപഭോക്താക്കൾ അറിയുന്നില്ല. അഴിമതിക്കാർക്ക് സർക്കാരും വളം വെച്ചു കൊടുക്കുന്നു. കോട്ടയത്തു നിന്ന് കിഷോർ കോട്ടയ്ക്കൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.